സാക്ഷിയായിലത്താലി ചാർത്തിൻ ആദ്യാനുരാഗം ധന്യമാകും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും നാലാളറിയെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാലാളറിയെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുനാ നദിയായി കുളിരലകും നിലവിൽ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം വെള്ളിയോടി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു ഞാൻ തൃപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ.
शिवशङ्कराय उमापदे शिवशङ्कर चिदम्बर परमेश्वर करुणानिधे हर शङ्कर वैभोगमे लक्ष्मी कल्याण वैभोगमे वसुदेवदवपाल असुरकुलकाल शशिवदनरूपिणी सत्यभामलोला गौरी कल्याण वैभोगमे लक्ष्मी कल्याण वैभोगमे कोत्तोडवाळै मरं கொண்டு வந்து நிறுத்தி கோக்குடைய பந்தலுக்கு மேல் காட்டு காட்டி கௌரி கல்யாண வைபோகமே லக்ஷ்மி கல்யாண வைபோகமே ऋतधामापराजित दुरावह प्रणवात्मिक अधिकस्वरातुतिशारद नमोऽस्तु ते श्यामाम्बरं मुखसागरं तुलसीदलम् अतिसुन्दरं कनकासुखं नारीवरं शुभदं माङ्गल्यं तन्तुनानेन मम जीवनहेतुना माङ्गल्यं तन्तुनानेन मम जीवनहेतुना तन्तुनानेन मम जीवनहेतुना तन्तुनानेन मम जीवनहेतुना
तन्तुनानेन मम जीवनहेतुना कण्ठे बध्नामि सुभगे त्वं जीव शरदः शतम् माङ्गल्यं तन्तुनानेन मम जीवनहेतुना कण्ठे बध्नामि सुभगे त्वं जीव शरदः शतम् मङ्गलं भगवान् विष्णु मङ्गलं गरुडध्वज मङ्गलं पुण्डरीकाक्ष मङ्गलाय तनोहरे मङ्गलं भगवान् विष्णु मङ्गलं गरुडध्वज मङ्गलं पुण्डरीकाक्ष मङ्गलाय तनोहरे मङ्गलं भगवान् विष्णु मङ्गलं गरुडध्वज मङ्गलं पुण्डरीकाक्ष मङ्गलाय तनोहरे आनन्दमानन्दम् आनन्दमे परमानन्दमानन्दम् आनन्दमे नाम सीता पूजा फलम् इन्द्रे बलितदम्मा नाम सीता पूजा फलम् इन्द्रे बलितदम्मा आनन्दमानन्दम् आनन्दमे परमानन्दमानन्दम् आनन्दमे श्रीराम परमानन्दमानन्दमानन्दमे ഉണ്ടായിരുന്നു ഈ ഗണപതിക്കിടൽ എന്നുള്ളൊരു പരിപാടി. അതെല്ലാ കൊല്ലവും ചിങ്ങമാസം ഒരു തിരുവോണ നാളോ പുയ്യ നാളിലോ ഒക്കെയാണ് ഈ ഋതുപതിയായതിനു ശേഷം ആ കുട്ടികളെ കൊണ്ട് എല്ലാ കൊല്ലത്തിലും ഇങ്ങനെ ഇടിക്കുന്നൊരു പതിവ് അവിടെയൊക്കെ ഉണ്ട്. നമ്മളെ ഭാഗത്തേ ഇല്ല, അവിടെ ആ കണ്ടിരുന്നു. അപ്പോൾ അതെന്തിനാ വെച്ചാൽ നല്ല ഭർത്താവ് ഉണ്ടാവണം, ഭർത്താവ് വരണം, നല്ലൊരു കുടുംബജീവിതം അവർക്ക് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളതായിരുന്നു പ്രാർത്ഥനയോടുകൂടിയൊക്കെ ചെയ്യുന്നത്. അത് ക്രമേണയാണ് ഇപ്പം ഇങ്ങോട്ട് നമ്മളെ ഉത്തര കേരളത്തിലേക്ക് ഇങ്ങനെ
കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മളത് സ്വീകരിക്കാൻ കാണിച്ചാൽ നല്ല നല്ല കാര്യമാണ്. അതുകൊണ്ടാണ്. കാരണം നമുക്കെല്ലാവർക്കും നമ്മളെ മോളും മോനൊക്കെ വളരെ അവർക്ക് വേണ്ടിയാണ് നമ്മളെ എല്ലാം അർപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് നല്ലൊരു ഭാവി ജീവിതം, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്ന ആഗ്രഹിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട്. നല്ലൊരു ഭർത്താവ് വേണം, സന്തുഷ്ടമായിരിക്കും, അതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് തമ്മിൽ കലഹിച്ച് അങ്ങനെയായിട്ട് തെറ്റിപ്പിരിക്കുക അതൊന്നും പാടില്ല. അപ്പൊ നന്നായിട്ട് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം വേണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ കാര്യമായിട്ട് മെനക്കെടുന്നില്ല. അപ്പൊ അവർ വിവാഹ പ്രായമെത്തിയാൽ പലവരനൊക്കെ കണ്ടുപിടിച്ച് അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ളതായിരിക്കും. അതായത് ഈ ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ്. കാരണം അവരുടെ കുടുംബജീവിതം സന്തുഷ്ടമായിരിക്കണം. അതിനാണ് നമ്മൾ അവിടെ ഇന്ന് രാവിലെ ഉണ്ടാവും. നിങ്ങള് ഗണപതിക്കിടൽ എന്ന് പറഞ്ഞുകൊണ്ട് നിവേദ്യങ്ങളാണ്. ആദ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ഭഗവാനാണല്ലോ പ്രാർത്ഥിക്കുക. അപ്പൊ അമ്പലത്തിൽ പോയി തൊഴിൽ വരുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു. അപ്പൊ അതേമാതിരി കുട്ടി നേരിട്ട് തന്നെ അമ്പലത്തിലാകുന്ന പ്രസാദം ഒക്കെ ഇന്ന് നേരിട്ട് തന്നെ കുട്ടി തന്നെ ഡയറക്റ്റായിട്ട് ദേവനെ വിചാരിച്ച് കൊടുക്കുന്നൊരു അതാണ്. അവളെ തന്നെ ഇരുത്തിയിട്ട് അതൊക്കെ ചെയ്യാൻ കാണും. അതായത് ഗണപതി, സരസ്വതി, ദേവി, പാർവതി, അതായത് ഇഷ്ടദേവൻ, കുലദേവ എന്നുള്ളവർക്കൊക്കെ തന്നെ നമ്മള് ദേശത്ത് കുലദേവി ഉണ്ടാവും. ഇവർക്കൊക്കെ തന്നെ നിവേദ്യം കൊടുത്ത് അവരുടെ സന്തോഷത്തിലേക്ക് അവരുടെ അനുഗ്രഹം വാങ്ങുന്ന ഒരു ചടങ്ങാണ് ഈ ഗണപതിക്കുള്ളത്. നമ്മളിവിടെ ഇതല്ല, കാരണം നമ്മളിവിടെ ആദ്യം മുതൽക്കേ കുട്ടികളെ കൊണ്ടൊന്നും ചെയ്യിക്കാറില്ല. അങ്ങനെ ഉണ്ടായിരുന്നു, അവർ പറയണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ ഇപ്പോ ഈ ഒരു ആവശ്യം, അതായത് വിവാഹത്തിന്റെ തലേന്ന് ആണ് നമ്മളിതൊക്കെ ചെയ്യിക്കാറ്. സ്വരൂപം ദേവൻ ശിവനം നീര
നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദന കളവം കയ്യിൽ തൂകി സുന്ദരി മാരണി ചേരുകയായി ഈ തിരുവാതിരരാവിൽ ജീവനം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിൽ ദേവഹിതം ദേവിമുഖം തെളിയും ചന്ദ്രൻ പോൽ ആലിരയായി പാടി വരൂ രാവിൽ നീരാവിൽ നീ ആമൊഴി നിന്നി പൂക്കുട ചാത്തി ആടിരാം സഖിമാരേ ആടിരാം സഖിമാരേ ആടിരാം സഖിമാരേ ദേവദേവ പാടി പാടാനൊന്നു ചേർത്തിടാം പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാൻ ദേവദേവ പാടി പാടാനൊന്നു ചേർത്തിടാം പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാൻ തോഴികളാം നാരിമാരെ വന്നണഞ്ഞിടാം മൂന്ന് ലോകനാഥനാകും ശ്രീ പരമേശൻ ചാരുചന്ദ്രദോലഭാവമാക്കുളിരങ്ങൾ കേളിയാടി മന്ദഹാസമായി പൊളിങ്ങങ്ങൾ ദേവദേവ ആകി പാടാനൊന്നു ചേർത്തിടാം പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാം ചന്ദ്രചൂഡദേവ മുന്നിൽ കുമ്മിയാടിടാം ഒന്നു ചേർന്നു പാർവതിക്കു നന്മ ചൊല്ലിടാം തുണയ്ക്കണം നല്ലതും വല്ലതായിടും നീ തുണയ്ക്കാൻ വ്യാസനും ഗുരുക്കന്മാരും വിശ്വനും ഈശ്വരിയോടെ സംശയത്തിനഴകോടെ വാസം ചെയ്യണം ശങ്കരായ ശങ്കരായ മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സുദർശായ മംഗളം ശങ്കരായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം ജഗത് ശിവായ മംഗളം നമഃ ശിവായ
പരിഭവം മെല്ലെയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ അഗ്നിസാക്ഷിയായി താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാകും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും നാളറി കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാളറി കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ ദീപം ജ്വലിക്ക കോലം എഴുതി മംഗളവാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச கல்யாணம் செல்ல கிளி தானும் நிலவே நான்
अहर्निशम् अनेकदन्तं भक्तानाम् एकदन्तम् उपास्महे अगजानन पद्मार्कं गजाननम् अहर्निशम् अनेकदन्तं भक्तानाम् एकदन्तम् उपास्महे अगजानन पद्मार्कं गजाननम् अहर्निशम् अनेकदन्तं भक्तानाम् एकदन्तम् उपास्महे एकदन्तम् उपास्महे एकदन्तम् उपास्महे अगजानन पद्मार्कं गजाननम् अहर्निशम् अनेकदन्तं भक्तानाम् एकदन्तम् उपास्महे अगजानन पद्मार्कं गजाननम् अहर्निशम् अनेकदन्तं भक्तानाम् एकदन्तम् उपास्महे अगजानन पद्मार्कं गजाननम् अहर्निशम् अनेकदन्तं भक्तानाम् एकदन्तम् उपास्महे அலை பாயுதே கண்ணா என் மனம் அலை பாயுதே ஆனந்த மோகன வேணுகானம் அதில் அலை பாயுதே கண்ணா என் மனம் அலை பாயுதே உன் ஆனந்த மோகன வேணுகானம் அதில் அலை பாயுதே கண்ணா நிலை பெயராது சிலை போலவே நின்று நிலை பெயராது சிலை போலவே நின்று நேரமாவதறியாமலே மிக வினோதமான முரளிதர என் மனம் அலை பாயுதே கண்ணா தெளிந்த நிலவு பட்ட பகல் போல் எரியுதே